മണ്ണൂർ ശ്രീ രാമാനന്ദാശ്രമത്തിലൊരു അമ്മയുണ്ടായിരുന്നു. ഇവിടെ തന്നെ എവിടെയുള്ള അമ്മയാണ്. മണ്ണാർക്കാട് നായർ വീട്ടിൽ നിന്നൊക്കെ കേട്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ സന്നിധാനത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് കൂടിയിട്ടുള്ള അമ്മ അവിടെ അങ്ങ് ഇരുന്നു. യോഗിനി അമ്മ എന്നാണ് സ്നേഹത്തോടുകൂടി എല്ലാവരും വിളിച്ചിരുന്നത്, നമ്മളും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ യജ്ഞം ആരംഭിക്കുമ്പോഴൊക്കെ ഒന്ന് പോവും, ഒരു ഊർജം സംഭരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ശക്തി സ്ഥാനമാണ്. അപ്പോൾ പോയാൽ സന്തോഷമായി. എന്താ കൃഷ്ണൻകുട്ടി, വായനയുണ്ടോ? വായന ഇപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടമ്മേ. കുട്ടികളെയൊന്നും കൊടുന്നില്ല. അല്ല, കൊണ്ടുവരാം. പോകുമ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയാൽ സന്തോഷമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മധുരപലഹാരമൊക്കെ കൊടുത്തിട്ടുണ്ടോ പറയേ, നന്നായി കിട്ടുമോ, നന്നായി വരും. അങ്ങനെ വേണേ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം, നിർബന്ധിച്ച് കൊണ്ടുവരണം കുട്ടികളെ. എന്നിട്ടോ ചെറുപ്പത്തിൽ ഭക്തി കുത്തി കൊടുക്കണം. എന്നാൽ എന്താ ഗുണമറിയോ? അത് പാകമാകുമ്പോൾ മുളയ്ക്കും, പഴവില്ല. അതെ, ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാലേ ചെറുപ്പത്തിൽ കൊടുത്തത് പഴവില്ല. അത് സമയമാകുമ്പോൾ അനുഭവം ഉണ്ടാവും എന്നാണ് പറയുക. എന്തിനാ ഈ കഥ പറഞ്ഞ? അജാമിളൻ നല്ലൊരു ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത് ഇല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ ആ സന്ധ്യാവന്ദനാദി കർമ്മങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് പോയെങ്കിലും ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള ചില ശേഷകൾ അദ്ദേഹത്തിനെ ബാധിച്ചു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ പോയാലും അവസാനം എന്തായി? ജന്മലാപരപുംസാം അന്തേ നാരായണ സ്മൃതി. അവസാനം ഭഗവാനെ വിളിച്ചു. ഭഗവാനെ വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞതേ. മോനെ പേര് വിളിച്ചതാ. അതാണ് ഈ കുട്ടികൾക്കൊക്കെ നല്ല പേരിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. മഹാഭാഗവതനായിട്ട് 12 വർഷം അദ്ദേഹത്തിന് ആയുസിൻ്റെ ദൈർഘ്യം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ 88ഉം 12ഉം 100 വയസ്സ് വരെ സുഖമായിട്ടിരുന്ന് ഭാഗവതോത്തമനായിക്കൊണ്ട് ബദരികത്തിൽ കഥകൾ കേട്ടും മനനം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും. അങ്ങനെയാണ് ആദ്യം അങ്ങനെ നമ്മൾ കേൾക്കുക ചെയ്യുക അല്ലേ, കേൾവിക്കാരായിട്ടല്ലേ വരിക. പിന്നെ അതിലേക്ക് ഒരു അഭിരുചി തോന്നും. പിന്നെ അതങ്ങനെ സ്വാനുഭവമായിട്ട് കൂട്ടി ഇങ്ങനെ നോക്കുക എന്നെ. എന്നിട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്കും താദൃശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും പിന്നെ രസത്തോടു കൂടിയിട്ടിങ്ങനെ നാം പോലും അറിയാതെ പറഞ്ഞു തുടങ്ങും. മനസ്സിലായില്ലേ? സ്വാമി എങ്ങനെയായി ചോദിച്ചു ഒരാളെ. അങ്ങനെ ഇങ്ങടെ ആയി, അത്രേ പറയാൻ വയ്ക്കൂ. ഇഷ്ടമാണ് ഭാഗവതോട്, ഭഗവാനോട് ചെറുപ്പം മുതലേ. അതിൻ്റെ കാരണം എന്താ? എപ്പോഴും നാരായണ എന്ന് വിളിച്ചിരുന്നൊരു അമ്മയാണ് നമ്മുടെ അമ്മയെ. അപ്പോൾ അവിടുന്ന് അങ്ങനെ പകർന്നു കിട്ടിയിട്ടുള്ള സമ്പ്രദായമാണ്. അത് പൂർവ്വ സംസ്കാരം എന്നുള്ളതിന് ഒരു ശക്തി ഉണ്ടല്ലോ. ഏതായാലും അങ്ങനെ വന്നു. പിന്നെയോ നമ്മൾ ആത്മാനുഭൂതിക്ക് വേണ്ടി, സ്വയം തൃപ്തിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് വായിക്കേണ്ട ഒരു ശീലമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വായിച്ചത് വരവൂർ ശ്യാമമേനോൻ്റെ ദേവീ ഭാഗവതം കിളിപ്പാട്ടാണ്. അന്നൊരു കുറുപ്പമ്മാമ നമ്മളോട് വലിയ സൗഹൃദ. അദ്ദേഹം വരും, നമ്മളിങ്ങനെ തന്നെ മറന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് വായിക്കും. ദേവിയുടെ ചില വാക്കുകളൊക്കെ ഉണ്ട് ഇന്ദ്രനോട് പറയണതേ. എപ്പോൾ ദുർഘടം കാര്യം നിങ്ങൾക്കുണ്ടായി വരുന്നിതോ അപ്പോഴൊക്കെ സ്മരിച്ചാലും ദുഃഖം തീർക്കുവതുണ്ടു ഞാൻ. ഇന്ദ്രനോട് അമ്മ പറയണേ. അത് പറയുമ്പോൾ ആസ്വാദനം വരില്ലേ? നമ്മുടെ അനുഭവമായിട്ട് തോന്നില്ലേ? ആചാര്യൻ പറഞ്ഞു കൊടുക്കുക, ദേവീ പാദം ഭജിപ്പോർക്ക് വരാ ദുഃഖമൊരിക്കലും വന്നുപെട്ടാൽ തന്നെ അത് ശ്രേയസ്സിനെന്നു കാണണം. ഒരിക്കലും പാഴാവില്ല ജന്മം. ഇനി വന്നാലോ അതെന്തോ ഒരു അനുഗ്രഹം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഒരു യാത്ര പോയി വരുന്ന ഒരു വ്യക്തി രാത്രി കുറച്ച് വൈകി നാട്ടിലെത്തിയപ്പോഴേ ബസ് ഇറങ്ങി പോകുമ്പോൾ വെളിച്ചമില്ല. അതെ, അതിനിടയിൽ കഷ്ടിച്ചൊരു നാട്ടുവെളിച്ചത്തിൻ്റെ ഒരു പരിചയത്തിൽ നടന്നു. ഭഗവാന്റെ കഥകളൊക്കെ ഓർത്തിട്ട് തന്നെ നടന്നതൊക്കെ. പക്ഷേ അറിയാതൊരൊറ്റ ചവിട്ടിയത് മുള്ളിലാണ്. അത് നന്നായിട്ട് അങ്ങോട്ട് കയറി. കാരമുള്ളു എന്നൊക്കെ പറഞ്ഞ മാതിരി ആ സാധനം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, വേലിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിന്തൊക്കെ സാധനങ്ങൾ ഇട്ടതാണ്. ആളുകൾ ശരിക്കും മാന്തിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഭഗവാന്റെ നാമവും ജപിച്ച് ഇതിനെയൊക്കെ ചിന്തിച്ചിട്ട് വരുന്ന സമയത്ത് ഈ ജാതി പണിയെ ചെയ്യുക എന്ന് ഭഗവാനെ ഞാൻ എൻ്റെ കണ്ണു മുമ്പിൽ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ നടത്താൻ സ്പീഡ് കുറഞ്ഞു. ഇതിങ്ങനെ ഈ മുള്ളുകുത്തിയത് വലിച്ചു കളഞ്ഞപ്പോൾ അതുമ്മിലിങ്ങനെ ചെറിയ കൽക്കഷണങ്ങൾ കുത്തുമ്പോൾ ഒരു വേദന ഉണ്ടാവും അല്ലേ? കുത്തിയമ്മിൽ കുത്തുമ്പോൾ ഒരു വേദനയുണ്ടല്ലോ. അപ്പോൾ എന്തായി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാൻ തുടങ്ങി. നടന്ന് ഇങ്ങനെ പോയി തിരുവെത്തിയപ്പോൾ വലിയൊരു പാമ്പ് വിഴുങ്ങി കിടക്കുക.
അതെ, ഒന്നും ഓർക്കാതെ നേരത്തെ അതേ സ്പീഡിൽ പോയിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാവുക? ചളുക്കനെ ഇനി ചവിട്ടും, അദ്ദേഹത്തിൻ്റെ പണിയെടുക്കുകയും ചെയ്യും. അപ്പോൾ സത്യത്തിൽ ഈ ചെറിയ മുള്ള അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയാണോ ചെയ്തത്, ഉപകരിക്കുകയാണോ ചെയ്തത്? ആലോചിച്ച് നോക്കുമോ? അപ്പോൾ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്, നമ്മളെ രക്ഷിക്കാനായിട്ടാണ് എന്ന് പറയണേ. അങ്ങനെ ഏതായാലും അജാമിളന് കുറച്ചൊക്കെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും അദ്ദേഹം അവസാനം എന്തായി? ആ പരമപദത്തിൽ എത്തി. അപ്പോൾ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ആ വിദ്യ, അച്ഛനമ്മമാരുടെ ശാഠ്യം, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ഉദാഹരണം എന്താ? അമ്മമ്മ പറയേ, കർത്തീനെ അവനൊന്നും കൊടുക്കണ്ട കേട്ടോ, വലിയ കള്ളനാവൻ, സഹസ്രനാമം ചൊല്ലിയിട്ട് കൊടുത്താൽ മതി ചാപ്പാട് എന്ന് പറയും. സഹസ്രനാമം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിൽ, അല്ല ചൊല്ലിയ ആഹാരം കിട്ടില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള നിലയിൽ നമ്മൾ ഓം ശാന്താകാരം ഭുജക, ഞാൻ പോയിട്ടില്ലടാ, ഇവിടെ തന്നെയുണ്ട്, ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതവ് ആത്മയോനി സ്വയം ജാതോ ഒറ്റ ചാട്ട, വിശ്വം വിഷ്ണുവോട് കഴിഞ്ഞിട്ട് ഒറ്റ ചാട്ടം, ആത്മയോനി സ്വയം ജാതോ. എന്നാലും കാരുണ്യം കൊണ്ട് അവർ പറയുകയൊക്കെ ചെയ്താലും ശാസിച്ചാലും ശിക്ഷിച്ചാലും ആഹാരമൊക്കെ നന്നായി തരും. ഇടയ്ക്കൊക്കെ എണ്ണയിലപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കി തരും. പക്ഷേ അന്ന് ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും നിർബന്ധത്തിൻ്റെ പേരിലാണെങ്കിലും ആ വിളിച്ചതും ചൊല്ലിയതും പാഴായില്ല എന്ന് പറയണേ. അവരുടെ ആ ഒരു കാരുണ്യം, ഇതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കാനുള്ളത്. എന്താ അറിയോ? ഈ ആത്മീയ സംസ്കാരമാണ്, ഭഗവാന്റെ നാമമാണ്. ആ നാമം രൂപത്തെ ഉണ്ടാക്കിക്കോളും, നേർ വഴി തെളിയിച്ചോളും. ഇത് സത്യമാണ്, അനുഭവമാണ് എന്ന് പറയണേ. ഏതായാലും അങ്ങനെ അജാമിളൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഈ പ്രജേതസ്സുക്കൾക്ക് മകനായിട്ട് നേരത്തെ അങ്ങനെ ഒരു വരം വാങ്ങിയല്ലോ. തപസ് കഴിഞ്ഞിട്ടുള്ള ഇവർ പുറത്തേക്ക് വന്നപ്പോൾ കാട് നീങ്ങിയതായിട്ട് കണ്ടു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർ ആ നേത്രാഗ്നിയിൽ നിന്ന് അഗ്നി ഉൽപ്പാദിപ്പിച്ച് കാടിനെയൊക്കെ അങ്ങോട്ട് കൊള്ളി വെച്ചു എന്നാണ്, ജ്വലിപ്പിച്ചു. അപ്പോൾ കുറേ വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയപ്പോൾ ഓഷധി നാഥനായിട്ടുള്ള ചന്ദ്രൻ വന്നിടപെട്ടു. കാരണം ഒരു സസ്യം, ഒരു വൃക്ഷം നശിച്ചു കഴിഞ്ഞാലേ ആ വൃക്ഷം മാത്രമല്ല, അതിൽ അനേകം ജീവജാലങ്ങൾ പാർക്കുന്നുണ്ടല്ലേ, പക്ഷികളും മറ്റും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. കരുത്തന്മാരുടെ ശക്തി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് അവരോട് അപേക്ഷാപൂർവം ചന്ദ്രൻ ആവശ്യപ്പെട്ടു. അതിനൊരു 3 ഭാവം പറഞ്ഞു. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും ആ ഭാവം. ഏതാ 3 ഭാവം? തന്നിൽ മുതിർന്ന ആളുകളോട് ക്ഷമയും, തന്നോളം പോകുന്ന ആളുകളോട് മൈത്രിയും, തന്നിൽ താഴ്ന്ന ആളുകളോട് കാരുണ്യവും. അതാണ് ശക്തൻ്റെ ഭാവം. അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഒരു ഗന്ധർവ സ്ത്രീ ശാപമേറ്റ് ഭൂമിയിൽ വന്ന് പിറന്നിട്ടുണ്ടായിരുന്നു. അവളെ ഒരു മഹർഷി എടുത്ത് വളർത്തിയിരുന്നു. കാടിൻ്റെ മക്കളെന്നുള്ള നിലയിൽ മാരിഷ എന്ന് അവളെ വിളിച്ചു. അങ്ങനെയാണ് ജീവിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ സുരക്ഷയില്ലെങ്കിലും ജീവിച്ചോളും. സാധാരണ ഇത്തിരി സൗകര്യം കൂടിയ ആളുകളെ, കുട്ടിക്ക് സോക്സ് ഇട്ട് കൊടുത്തിട്ടില്ല, സോക്സ് ഇട്ടു, അതിൻ്റെ മേലെ ഷൂ ഇട്ടു, കണ്ടകോപീനം കെട്ടി, ഇതില്ലേ, അങ്ങനെ ഒക്കെപ്പാടോടൊരു കൂടുമാരിയായിട്ട് ആ സാധനത്തിനെ വളർത്തിയുണ്ടാക്കേണ്ടതേ. പച്ചക്കറി കടയിൽ പോയിട്ട് ഒരു 20 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പറഞ്ഞാലോ, അമ്പലത്തിൽ പോയി തൊഴുതു വരാൻ പറഞ്ഞാലോ, കുളത്തിൽ മുങ്ങി കുളിക്കാൻ പറഞ്ഞാലോ ഈ സാധനങ്ങൾക്ക് അറിയില്ല. അതേ സമയമുണ്ടല്ലോ, ഈ റോഡ് സൈഡിലേക്ക് അണ്ണന്മാരുടെ കുട്ടികളിങ്ങനെ ആ മരത്തിൻ്റെ ഇതിൽ തന്നെ സാരി തൊട്ടി കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കും. അവിടെ പണിയെടുക്കുകയും ചെയ്യും, ഇടയ്ക്ക് ലേശം പാല് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മണ്ണിൻ്റെ മക്കളായിട്ട് അവർ വളരുമ്പോൾ കിണ്ടപ്പന്മാരായിട്ടാണ് വരുന്നത്. അതിനൊരു കേടുമില്ല, ഒരു സൂക്കേടുമില്ല. പ്രതിരോധ ശക്തി നല്ലോണം ഉണ്ട് എന്ന് പറയണേ. മറ്റേത് പ്രതിരോധ ശക്തി കുറയുക. കൂട്ടിലിട്ട് വളർത്തിയിട്ടുള്ള എന്താ പറയുക, വളർത്തുകോഴിയുടെ കോല ഉണ്ടാവണത്. പറക്കാനും സൈക്കിളിൽ ഒന്നിനും പറ്റില്ല. അതെ, അങ്ങനെ പാടില്ല. ത്യാഗമുണ്ടാവണം. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ത്യാഗമുണ്ടാവണം. ത്യാഗത്തിലൂടെയാണ് നേട്ടം ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ മാരിഷ എന്ന പെൺകുട്ടി ആരും നോക്കിയില്ലെങ്കിലും അവൾ വളർന്നു, കാട്ടിൽപ്പെട്ട കുട്ടി. പിന്നെ ഒരു സ്വാമി ഒന്ന് ഇടപെട്ടു, അതിനെയൊക്കെ കുറിച്ച് പോറ്റി ഉണ്ടാക്കി. ആ കുട്ടിയെ ഇവർക്ക് കൊടുത്തു, പ്രജേസിന് കൊടുത്തു. അതിൽ ദക്ഷൻ പുനർജനിച്ചു. അപ്പോൾ ദക്ഷൻ നേരത്തെ ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ട് ദേഹം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ. അതേപോലത്തെ ദേഹം അദ്ദേഹത്തിന് വീണ്ടും കിട്ടി ഭഗവാനോട് വരപ്രസാദം കൊണ്ട്. ഇത് കിട്ടിയ ഉടനെ അദ്ദേഹം ആലോചിച്ചു, ഭഗവാനെ, ഞാൻ ദക്ഷൻ തന്നെയാണല്ലോ, ആ രൂപം ശരിയാണ്. നോക്കുക, ആ നദിയിൽ പോയി നോക്കിയപ്പോൾ തൻ്റെ പഴയ സ്റ്റൈൽ, അതേ മുടി, അതേ നെറ്റി ഒക്കെ ശരിയാ, ഓർമ്മയും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പ്രഭാവം വേണം, പഴയ പ്രജാപതിത്വം വേണം. വേഗം ഭഗവാനെ തപസ് ചെയ്തു, ഭഗവാനെ പ്രത്യക്ഷനാക്കി.
എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്രതാപം വേണം, ആ പ്രജാപതിത്വം സങ്കല്പം കൊണ്ട് സൃഷ്ടി ചെയ്യാനുള്ള അനുഗ്രഹവും അനുവാദവും വേണമെന്ന് പറഞ്ഞു. ഓ ശരി, 2 തവണ സാധിക്കും കേട്ടോ, സങ്കല്പം കൊണ്ട് സൃഷ്ടി ചെയ്യാൻ സാധിക്കും, അനുഗ്രഹിച്ചു. അദ്ദേഹം വേഗം മനസ്സിൽ സങ്കല്പിച്ചിട്ട്, പ്രജാപതി സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ആളുകളല്ലേ, ഒരു 1000 മക്കളുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ചു. 1000 മക്കളുണ്ട്. അവർക്ക് ഹര്യശ്വന്മാർ എന്ന് പേര് വിളിച്ചു. അപ്പം നമ്മൾ അച്ഛനാരാ? ബ്രഹ്മദേവനാണ് പൂർവ്വ ഇതിലേ. അച്ഛനെ സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സൃഷ്ടികൾ നടത്തലാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ കർമ്മം. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്യും, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്താനായിട്ട് സഹായിക്കുക, വിവാഹമൊക്കെ കഴിച്ച് ധാരാളം മക്കളെ ജനിപ്പിക്കണം കേട്ടോ എന്ന് ഇവരോടൊക്കെ പറഞ്ഞു. ഹര്യശ്വന്മാരൊക്കെ പാടകൂടി സന്തതികളെ ജനിപ്പിക്കാനും മറ്റുമൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എതിർഭാഗത്ത് നാരദർ വന്നു. പലതിൻ്റെയും മറ്റേ പഴയ ബാലേന്ദ്രമേനാട്ടോ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ മൂപ്പരൊറ്റയ്ക്ക്. അങ്ങനെയാണ് എവിടെ നല്ല കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഏഷണി ഉണ്ടാക്കുന്ന ആളുകളെ പറയണ പേര് നാരദെന്ന. സത്യത്തിൽ അപരാധമാണ്. നാരം പരമാത്മവിഷയികം ജ്ഞാനം ദദാതീതി നാരദഹ എന്നാണ്. പരമാത്മവിഷയികമായിട്ടുള്ള ജ്ഞാനത്തെ കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളാരോ അദ്ദേഹമാണ് നാരദൻ. അദ്ദേഹത്തിൻ്റെ ഓരോ കളികളും ഓരോ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, സമൂഹ നന്മയ്ക്കാണ്, പ്രകൃതിയുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെയാണ്, പാലനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ലീലകളും. ഏതായാലും അദ്ദേഹം വന്നു, മുഖാമുഖം കണ്ടു. നമസ്തേ. നമസ്തേ. ഹരിയോം സ്വാമിജി. ഹരിയോം മക്കളെ, നിങ്ങൾ ഹരീശ്വരന്മാരല്ലേ? അതെ. എവിടേക്കാണ് അങ്ങനെ ധൃതിപ്പെട്ട് പോണ? അച്ഛൻ പറഞ്ഞിരുന്നേ ഞങ്ങളെ സൃഷ്ടി നടത്താനായിട്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുക. നിങ്ങളിപ്പോൾ 1000 പേരുണ്ടല്ലേ? 1000 പേരും കൂടിയിട്ടൊക്കെ സൃഷ്ടി നടത്തിയാൽ കുറേ ഉണ്ടാവില്ലേ മക്കളെ? അപ്പോൾ അവർക്ക് ഈ സൃഷ്ടിക്കുന്ന മക്കൾക്കൊക്കെ താമസ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് ആഹാരം വേണ്ടേ? ആഹാരം വേണം, നീഹാരം വേണം, കഴിക്കാനും സൗകര്യം വേണം, ഡിസ്പോസൽ സൗകര്യങ്ങളും വേണ്ടേ? അതെന്തെങ്കിലും ഇല്ല. ഇവർക്കൊക്കെ ഡ്രസ്സ് വേണ്ടേ? അതിൻ്റെ ഏർപ്പാടെന്തെങ്കിലും ഇല്ല. അച്ഛനൊന്നും പറഞ്ഞില്ല? ഇല്ല. അതാണ് അച്ഛന് പറ്റി തെറ്റി. അല്ല സ്വാമി, അപ്പം എന്താ ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? മക്കളെ, ഈ കൃത്യമായിട്ട് ശനി കഴിഞ്ഞ് ഞായർ, ഞായർ കഴിഞ്ഞ് തിങ്കൾ എന്നുള്ള 7 ദിവസങ്ങൾ വ്യവസ്ഥയോടുകൂടി മാറിക്കൊണ്ടിരിക്കുക. 15 ദിവസം കഴിയുന്ന സമയത്ത് പക്ഷങ്ങൾക്ക് മാറ്റം വരിക, കൃത്യമായിട്ടുള്ള വർഷമുണ്ടാവുക, വേനലുണ്ടാവുക. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള കൂർക്കത്തല ചെരിച്ചങ്ങോട്ട് കോലുകൊണ്ട് കുത്തിയിട്ടങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ള നല്ല മണികൾ അതിൻ്റെ അടിയിലുണ്ടാവണം. ആരാതൊക്കെ ഉരുട്ടി വയ്ക്കണം? അറിയില്ല. അറിയണ്ടേ? അറിയണം. ആലോചിച്ച് നോക്കൂ, പിടികിട്ടണില്ല. ഇതെല്ലാം നിയന്ത്രിക്കാനൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവണില്ലേ? കുഞ്ഞൂട്ടാ, സ്വാമി എന്താ പറഞ്ഞറിയോ? തെങ്ങന്നെ എത്ര തരമുണ്ട്, ഓരോ തെങ്ങിലെയും തേങ്ങയ്ക്കും അതിൻ്റെ വെള്ളത്തിനും വ്യത്യാസ രുചിയല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇല്ല. ചിന്തിക്കണ്ടേ? വേണം. എന്താ ഇപ്പം ചെയ്യുക? ഇതിനെയെല്ലാം നയിക്കുന്നൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാവണില്ലേ? അപ്പോൾ ആ ശക്തിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവില്ലേ? അതിനെന്താ ചെയ്യുക? തപസ്സിലൂടെ അദ്ദേഹത്തിനെ ആരാധിച്ചാൽ എളുപ്പല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രേമത്താൽ വശങ്കതനാണ്. അഹം ഭക്തപരാധീന യശതന്ത്ര ഇവദ്വിജാഹ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭക്തപരാധീനനാണ് എന്നാണ്. ഭക്തി കൊണ്ട് എന്നെ അകത്താക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിനെ തപസ് ചെയ്യുക. ഇവരെല്ലാവരും കൂടി പോയി കണ്ണടച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ചെയ്താലത്തെ പ്രശ്നം എന്താ അറിയോ? ആത്മരസത്തിൻ്റെ സ്വാദറിഞ്ഞാൽ പിന്നെ 6 രസങ്ങളും കഴിക്കും. ആത്മരസത്തിൻ്റെ സ്വാദറിഞ്ഞാൽ മറ്റ് രസങ്ങളിലേക്കൊന്നും താല്പര്യം തോന്നില്ല. ഭക്തിരസം, ഭാഗവതരസം അതങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ എന്താ, കോവിഡാണ്. കേട്ടു കുട്ടിയെ, ടി വിയിൽ പറഞ്ഞു. രണ്ടാമത്തെ ആദ്യത്തേനേക്കാൾ കൂടുതലത്ര കേട്ടു കുട്ടിയെ ടി വിയിൽ പറഞ്ഞു. എന്നിട്ടിപ്പോൾ എവിടേക്കാ? അമ്പലത്തിലേക്ക്. അതെന്താ? സപ്താഹം ഉണ്ട് അവിടെ. അപ്പോൾ പോയാലോ? പോട്ടെ. പോകുമ്പോൾ ഇത് പോവട്ടെ, ഞാനോ ചിന്മയനീശ്വരൻ. ഇതൊക്കെ ഒരു പടാണ്, ഒരു ഉടായിപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നലെ പറഞ്ഞ തന്നെ അപ്പൂട്ടമേനോ പറഞ്ഞ അതേ വാക്ക്. എന്താ അത്? ഏതെങ്കിലും ഒരു പട്ടിയോ പശുവോ പന്നിയോ ആനയോ ആമയോ ഏതെങ്കിലും ജീവികൾ മാസ്ക് വെച്ച് നടക്കുന്നുണ്ടോ? അവരൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. കുന്തിപ്പുഴയിലെ വെള്ളം ഒന്നും കൂടി ചന്തായിട്ടുണ്ട്. ഇന്നത്തിരി തർപ്പണം ചെയ്യുമ്പോൾ കുടിക്കുകയും ചെയ്തു. നന്നായി തോന്നി, കാരണം അഴുക്കുകളൊന്നും വരുന്ന കണ്ടില്ല. എന്താ അതിൻ്റെ ഒരു കരുത്ത്? അപ്പോൾ പ്രകൃതി വളരെ സുന്ദരമായിട്ടിരിക്കുന്നു.
അല്ലേ? അല്പജ്ഞാനികളായിട്ടുള്ള മനുഷ്യന് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്താ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പലതും മറയ്ക്കാനും ഒളിക്കാനൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഈ സംഗതികളെ ഉപയോഗപ്പെടുത്തുന്നതല്ല എന്ന് ചിന്തിക്കാമോ ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങുക, ബാക്കിയൊക്കെ ശരിയായി വരും. ഭയന്ന് നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം എന്നാണ്. ഒരു നിമിഷമാണെങ്കിലും ജ്വലിച്ചുകൊണ്ട് ആണിനെ പോലെ പൗരുഷത്തോടുകൂടി ജീവിക്കുക. 1000 വർഷം പേടിച്ച് ഉരുന്നിരുന്നിട്ട് അല്ലേ, ചാവുന്നവരെ ചത്തുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് കാര്യം. ഏതായാലും ആ തപസ്യാരതരായി അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനായി. അങ്ങനെ ദക്ഷൻ നോക്കിയപ്പോൾ സഹായിക്കാൻ പോയ കുട്ടികളെ കാണാനില്ലല്ലോ. അപ്പോൾ ധ്യാനിച്ച് നോക്കിയപ്പോൾ നാരദർ പണി ഒപ്പിച്ചതാണെന്ന് മനസ്സിലായി. ദേഷ്യം വന്നു. വീണ്ടും 1000, ആദ്യം 5000 ആണ് കേട്ടോ ഹരീശ്വരന്മാർ. വീണ്ടും 1000 പേരെ സൃഷ്ടിച്ചു. ശബളാശ്വന്മാർ എന്ന പേര് നൽകി. അവരോടും പറഞ്ഞു, ഏട്ടന്മാർക്ക് പറ്റിയ അബദ്ധം പറ്റരുത് മക്കളെ, സ്വാമി കേടുവരുത്തിയതാ, സ്വാമിമാരെ വിശ്വസിക്കരുതേ എന്ന് പറഞ്ഞിട്ട് അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് പറഞ്ഞു, വേണ്ട, അവർ വലത്തോട്ടാണ് പോയത്, കുട്ടികൾ ഇടത്തോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഭൂമി കറങ്ങിയിട്ടുള്ളതാണല്ലോ അല്ലേ? കറങ്ങി തിരിഞ്ഞ് ഇവർ പോയ വഴിക്ക് വീണ്ടും എതിരെ നാരദർ. നമസ്തേ. ഇവർ നോക്കി, ഇങ്ങനെ ജട കെട്ടിയിട്ടുണ്ട്, കഴുത്തിൽ മാലയുണ്ട്, ശപ്പളാങ്കട്ട കയ്യിലുണ്ട്, ഒരു സൈഡിലൊരു തോലുകൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് മഹതി വീണയുണ്ട്, മെതിയടി, അടയാളം കറക്റ്റാ. അങ്ങ് നാരദനാണോ? ഉവ്വ്. ആ ശരി. എന്താ ശരി? ഏട്ടന്മാർക്ക് പറ്റിയ അബദ്ധം പറ്റണ്ട, സ്വാമിമാരെ വിശ്വസിക്കണ്ട എന്നൊക്കെ അച്ഛൻ പറഞ്ഞു ഇല്ലേ? സംശയമായി. അച്ഛൻ നിങ്ങളെ പറ്റിച്ചു കുട്ടികളെ. ഇവർക്ക് ആകെ കൺഫ്യൂഷനായി. ഭഗവാൻ ഇപ്പോൾ അച്ഛനാണോ പറ്റിച്ചത്, അതോ സ്വാമി നമ്മളെ പറ്റിക്കുകയാണോ? വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചു. അവരും എന്ത് ചെയ്തു? തപസ്സിനായി കൊണ്ടുപോയി. തപസ്സിന് പോയി അവർ തിരിച്ചു വന്നില്ല. ദക്ഷന് എന്തെന്നില്ലാത്ത കോപമുണ്ടായി എന്ന് പറയാണ്. അങ്ങനെ ഒരു ദിവസം നാരദരെ മുന്നിലങ്ങോട്ട് കിട്ടിയപ്പോൾ ഈ എല്ലാ ക്രോധവും വെച്ചിട്ട് ശാപരൂപത്തിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാൻ സാധിക്കില്ലടാ, സാധിക്കാതെ പോട്ടെ ശാപ. നാരദരത് അങ്ങോട്ട് കേട്ടപ്പോൾ എന്താ ചെയ്തറിയോ? ആ വീണ ഒന്നിങ്ങനെ ഊരിയപ്പോൾ ഇങ്ങേരുടെ ധാരണ എന്താ അറിയോ? ആയുധമില്ലാത്തത് ആൾ വീണയും കൊണ്ട് മണ്ടയ്ക്കടിക്കാനാണ് ധാരണ. അല്ല, വീണ ചോട്ടിൽ വെച്ചു, മെതിയടി ഊരി, ഒരൊറ്റ നമസ്കാര, ദക്ഷപ്രഭോ നന്ദി നമസ്കാരം. ശപിച്ചാലുള്ള നമസ്കരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഏവം പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസോനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ? കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ? മല്ലവരി പേരോലുന്ന കല്ലു വേണമോ? പരരക്ഷയ്ക്കായി കൊണ്ട് തത്വക്കല്ലുകൾ, ഭാഗവത കല്ലുകൾ, ഭക്തി കല്ലുകൾ വിട്ടു നടക്കാനായിട്ട് ഞാൻ ഈ ശാപത്തെ ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ട് സാഷ്ടാംഗം അങ്ങോട്ട് പ്രണമിച്ചു. പിന്നീട് അദ്ദേഹം പത്നിയിൽ സാധാരണ മനുഷ്യന്മാരെ പോലെ ബന്ധപ്പെട്ട അതിൽ അദ്ദേഹത്തിന് 60 പെൺകുട്ടികളുണ്ടായി. ദേഷ്യം വന്നാലും പിന്നെ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ഇനിയിപ്പോൾ ഇവരെ ആരും അഡ്വൈസ് ചെയ്യാനും ഒന്നും വരില്ലല്ലോ എന്ന നിലയിൽ അതിലാണ് മാതൃക, ചർഷണി, സരമ, തിമി, അങ്ങനെ കുറേ പെണ്ണുങ്ങൾ. ആ മാതൃകയുടെ വംശത്തിലാണ് മനുഷ്യന്മാർ ജനിച്ചത്. തിമി എന്ന മകളിൽ നിന്ന് ജലജന്തുക്കൾ ജനിച്ചു. സരമയിൽ നിന്നാണ് ഗ്രാമസിംഹങ്ങൾ. ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇനിയിപ്പോൾ ആരോടെങ്കിലും ദേഷ്യം വന്നാൽ രഹസ്യമായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവില്ല. പട്ടീനെ പറയുന്ന പേരാ ഗ്രാമസിംഹം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ജീവന്മാരൊക്കെ ആ വംശപരമ്പരകളൊക്കെ അവരിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞു. ശിവേരുഷ്ണ ഗുരുശ്രാത ഗുരോ രുഷേന കർഹിജിത്. ശിവകോപം ഗുരുവിനെ കൊണ്ട് മാറ്റുവാൻ സാധിക്കും. 2 കാര്യങ്ങൾക്ക് പരിഹാരമില്ല. 2 കാര്യങ്ങൾക്ക് പരിഹാരമില്ല. ഏതൊക്കെയാണെന്നറിയുമോ? ഗുരുത്വദോഷം, ഗുരുദ്വേഷം, ഗുരുത്വക്കേട് നമ്മൾ നാടൻ ഭാഷയിൽ പറയും, അതിന് പരിഹാരമില്ല. 2ാമത്തേത് വിശ്വാസവഞ്ചന ആണ്. ഒരു വ്യക്തി നമ്മളെ ചതിച്ച് ഏതെങ്കിലും വിധത്തിൽ ലാഭം കൊയ്യുന്നുവെങ്കിൽ അത്
അവരോട് തന്നെ, സ്വയം അവനവനോട് തന്നെ ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. കാരണം വിശ്വസിച്ച വ്യക്തിയെ വഞ്ചിക്കുക എന്നത് കേമത്വമല്ല, തൻ്റെ വ്യക്തിത്വത്തെ അവിടെ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അത് മിടുക്കല്ല, അത് പോരായ്മയാണ്, അതൊരു കൊള്ളരുതായ്മയും കൂടി ആണ്. വെച്ചോളാം അവിടെ വെച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് പറയണത്, ഈ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ പൊതുവെ ആളുകൾക്കുള്ളൊരു സ്വഭാവം എന്താ അറിയോ? കൈവന്ന സൗഭാഗ്യമെല്ലാം സ്വന്തം വൈഭവമെന്നോർത്തിടാതെ ദൈവം വരുത്തിയ സന്ദർഭമെന്നോർത്ത് സേവനോത്സാഹം വളർത്തൂ. കൈവന്ന സൗഭാഗ്യങ്ങളൊക്കെ സ്വന്തം സാമർഥ്യമാണ് എന്ന് ധരിക്കുന്നതിന് പകരം ഭഗവാൻ അനുവദിച്ചു തന്നതാണ് എന്ന ബോധത്തിലെടുത്താൽ അപകടം ഉണ്ടാവില്ല. മറിച്ച് പക്ഷെ സാധിക്കില്ല ആളുകൾക്ക് എന്ന് പറയുകയാണെ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭഗവാനെ വിളിക്കാൻ എപ്പോഴാണ് സാധിക്കുക? നമ്മളിൽ വലിയ ആശയക്കുഴപ്പങ്ങളും ദുഃഖം ഉണ്ടാവുക, വഴികൾ തെളിയാതിരിക്കുമ്പോഴാണ്. എല്ലാം വഴി അടയുമ്പോൾ വേറെന്താ വഴിയെന്ന് ചോദിച്ചിട്ട് കണ്ട ആളുകളെ നമസ്കരിക്കാൻ തോന്നും, ഉപാധികൾ ചോദിക്കാൻ തോന്നും, ഭഗവാനെ ഭജിക്കാൻ തോന്നും. ചിലപ്പോൾ ഒരു തവണയും കൂടി സഹസ്രനാമം ചെയ്താൽ എന്താ കുഴപ്പമെന്നൊക്കെ തോന്നും. സമൃദ്ധി വരുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല. ഞായറാഴ്ച സൂര്യൻ ഇത്തിരി വൈകിട്ടാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? അങ്ങനെയാണോ? സൂര്യൻ വൈകണമൊന്നുമില്ല, നമ്മൾ എണീക്കാൻ വൈകും അല്ലേ? കാരണം പ്രത്യേകിച്ച് ഉത്തരവാദിത്വം തിരക്കൊന്നുമില്ലെങ്കിൽ ഒക്കെ ഒരു സാമട്ട അങ്ങനെയാണ്, എല്ലാം വൈകും. അപ്പം ഇതേപോലെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ആത്മാർത്ഥത. പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികളുടെ പുസ്തകം എവിടെ കാണുക? വർക്ക് ഏരിയയിലോ ഏതെങ്കിലും ഭാഗത്തൊക്കെയാണ്. ഇങ്ങനെയാണ് അധികമെന്ന് പറയുകയാണ്. സ്വാമി അതും ഇതും പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, അത് പറഞ്ഞു വരാനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയണത്. ദേവാസുരന്മാർ തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്ന് ആ യുദ്ധത്തിൽ വിജയിക്കാൻ എന്താ വഴിയെന്നറിയാതെ വിഷണ്ണനായി പരിഭ്രമിച്ച് പരവശത്തോടു കൂടിയിട്ട് ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ കണ്ടിട്ട് അപേക്ഷ വെച്ചു. തൻ്റെ ഗുരുനാഥനാണ് ഇന്ദ്രൻ. ആ സന്ദർഭത്തിൽ പറഞ്ഞു, കടുപ്പുള്ള ചില സാധനങ്ങൾ അനുഷ്ഠിക്കണം, ദാനധർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ആ ശക്തിഭാവത്തിൽ അമ്മയെ ആരാധന ചെയ്യുക, ഒക്കെ ശരിയാവും കിട്ടുമോ എന്നൊക്കെ ചില മന്ത്രവിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓരോ യാമങ്ങളിൽ ചെയ്യുന്ന ജപത്തിന് ഓരോ തരം ഫലങ്ങളാണ്. ചില മാന്ത്രിക ക്രിയകളിലൊക്കെ കറുത്ത പട്ടൊക്കെ വെച്ചുകൊണ്ട് ഇരുന്ന് ദർഭയൊക്കെ ഇട്ടിട്ട് തെക്ക് തിരിഞ്ഞിട്ട് ചില ഉപാസനകളുണ്ട്, വടക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഫലമാണ്. മന്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ഭാവനയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ദേവൻ്റെ എല്ലാ ദേവന്മാരെയും ഒരേമാതിരിയല്ല, ഓരോ ദേവന്മാർക്കും ഓരോ ശൈലിയാണല്ലോ. അതിന് പറ്റിയ ആ മൂർത്തികളെ ഉപാസിക്കും. അങ്ങനെ ഏതായാലും ഇതിൻ്റെ വിദ്യകളൊക്കെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു. ദൈവം ഉത്സാഹം ഈ രണ്ടും വേണ്ടതത്രേ തനിക്കിൽ നിന്നാണ്. ദൈവത്തെ മാത്രം നമ്മൾ പാടില്ല, ദൈവം ഉത്സാഹം ഈ രണ്ടും വേണ്ടതത്രേ തനിക്കിൽ എന്നാണ്. അവനവൻ്റെ ഭാഗത്ത് നിന്ന് കഠിന പരിശ്രമം വേണം, ദൈവാധീനം ഉണ്ടാവും വേണം. ശരിയാവും, എന്തിനാ വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കൂ എന്നൊക്കെ ധൈര്യം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഗുരുനാഥനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ദ്രൻ അസുരന്മാരെയൊക്കെ അങ്ങോട്ട് ഓട്ടിച്ചിട്ട് സ്വർഗം വീണ്ടെടുക്കി ആ ധ്വജം സ്ഥാപിച്ചു. അപ്പോൾ അധികാരം വീണ്ടും കിട്ടിയാൽ എന്താ ഉണ്ടാവുക? സംശയമില്ല, ഞായറാഴ്ച തന്നെ അല്ലേ? സഹസ്രനാമവും ഇല്ല, സന്ധ്യാവന്ദനവും ഇല്ല. അങ്ങനെ ഒരു സന്ധ്യാവന്ദനം 4 മണിക്ക് ശേഷമൊക്കെ ഒന്ന് കുളിച്ച് സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങണം എന്നാ പറയേ. ഇതൊന്നുമില്ല. അദ്ദേഹം നേരെ രംഭാമേടം തിലോത്തമാമേടം ഒക്കെ പാണ്ട കൂട്ടിയിട്ട് ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയുമ്പോഴാണ് ആര് വരുന്നത്? ഗുരുനാഥൻ വരുന്നതേ. അല്ലാത്തൊരു എന്താ ഈ ചങ്ങാതി ഈ നേരത്ത് ഇങ്ങോട്ട് കയറി വന്ന അയ്യയ്യേ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ്? എണീക്കണം, നമസ്കരിക്കണം. ആ കളീൻ്റെ രസം പോയി. അപ്പോൾ എന്ത് ചെയ്തെറിയോ? അതിനെന്താ സൂത്രം? കാണാത്ത ഭാവം നടിക്കുക. അങ്ങനെ ഒരു പണിയുണ്ട് ഇല്ലേ? കണ്ടാലും കാണുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. അപ്പോൾ എന്ത് ചെയ്യുക? കാണാത്ത ഭാവം നടി. ചക്രവർത്തി കുമാരി ഇങ്ങോട്ട് നോക്കിയിട്ട്. അപ്പോൾ ഗുരുനാഥൻ എന്ത് കണ്ടു? ഗുരുനാഥൻ മനസ്സിലാക്കി, ഓ അപ്പം തൻ്റെ ആവശ്യമൊന്നുമില്ല, തൻ്റെ ആവശ്യം കഴിഞ്ഞു അല്ലേ? സാരില്ല, പറഞ്ഞില്ല, ഉള്ളിൽ പറഞ്ഞു. തൻ്റെ ആവശ്യമില്ലാത്തവിടെ താൻ വേണ്ടല്ലോ
എന്ന നിലയിൽ എന്ത് ചെയ്തറിയോ, ഗുരുനാഥൻ എസ്കേപ്പായി. ഗുരുനാഥൻ എപ്പോൾ പോയോ, രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന്മാരുടെ ചാരന്മാർ ഇവിടെ ദേവന്മാരുടെ വേഷത്തിൽ ഓരോ പണികളിൽ കൂടിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ചാരന്മാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അജിത് ഡോവൽജി പാകിസ്ഥാനിൽ പോയി കുറേ കാലം കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ്, എല്ലാ കാലത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദേവന്മാരുടെ ഇടയിൽ അസുരന്മാരും അസുരന്മാരുടെ ഇടയിൽ ദേവന്മാരും ചാരപ്പണി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു സ്പൈ ഉടനെ ചാടി അസുരഗുരുവിനും മറ്റേവർക്കും മെസ്സേജ് കൊടുത്തു, ഇന്ദ്രൻ ഗുരുത്തല്ലാത്തവനായിട്ടുണ്ട്, ഗുരുനാഥൻ ഒന്ന് മനസ്സ് വാടിയിട്ടാണ് പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെന്താ അറിയോ, ഗുരുത്തല്ലാത്തവന് വിദ്യ ശോഭിക്കില്ല, വേണ്ടത് വേണ്ടപ്പോൾ തോന്നില്ല. പരീക്ഷയൊക്കെ എഴുതി കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ അന്തം വിട്ടു, തിരിച്ചു വന്നു, ചായ കുടിച്ച് ബജ്ജി കടിച്ചപ്പോഴാണ് ഉത്തരം ഓർമ്മ വരുന്നത്. വല്ല കാര്യമുണ്ടോ? പേപ്പറിന് മുമ്പിലിരിക്കുമ്പോൾ ആ സാധനം സ്മൃതിയിൽ വരണ്ടേ, അപ്പോഴല്ലേ ഇത് ഉപയോഗം വരുള്ളൂ. ഇതാണ് ഗുരുത്വദോഷം ഉണ്ടെങ്കിൽ വേണ്ടത് വേണ്ടപ്പോൾ പ്രകാശിക്കില്ല. അങ്ങനെ അന്തം വിട്ടു. അധികം വൈകാതെ യുദ്ധത്തിൽ പരാജിതനായി അസുരന്മാർ വീണ്ടും സ്വർഗത്തെ കീഴടക്കി. അപ്പോൾ പിന്നെന്താ, ഗുരുനാഥനെ ശ്ലോകം ചൊല്ലി വിളിച്ചു, അജ്ഞാനതിമരാന്തത്യ നാനാന്തന എന്നൊക്കെ പറഞ്ഞു. ഗുരുനാഥൻ വരുന്നില്ല. നേരെ ഓടി ബ്രഹ്മദേവൻ്റെ അടുത്ത്. ബ്രഹ്മദേവനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അനുഗ്രഹിക്കണം ദേവാ, ഗുരുനാഥൻ എന്നോടൊരു ചതി ചെയ്തു എന്ന്. എന്താ പറയണത്? പറയുമ്പോൾ അങ്ങനെയാണല്ലേ, ഗുരുനാഥനെ താൻ മാനിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും അവിടെ പറഞ്ഞത് എന്താ, ഗുരുനാഥൻ എന്നോട് ചതി ചെയ്തു. അപ്പം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. നോക്കി എന്താ ഇന്ദ്രാണ്ടായത്, ഗുരുനാഥൻ എന്താണെന്നറിയില്ല, കാണാനില്ല, വിളിച്ചിട്ടും വരുന്നില്ല. ഞാനിപ്പോൾ രാജ്യം ധനവും മാനവും കെട്ട് നടക്കുകയാണ്, അഭയാർത്ഥിയുമായി സ്വർഗം നഷ്ടപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ദ്ര താൻ കണ്ണിലേക്ക് നോക്കി. അതാണ് ഈ കളവ് പറയണവർക്ക് കണ്ണ് നോക്കാൻ പറ്റില്ല. കണ്ണിലേക്ക് നോക്കി വിഷയങ്ങൾ പറയൂ. ഗുരുനാഥനെ താൻ മാനിക്കാത്തത് കൊണ്ട് അദ്ദേഹം മനപ്രയാസത്തോടുകൂടി പോയി എന്നതാണോ വസ്തുത? അല്ല, അദ്ദേഹം തന്നെ സൽക്കരിച്ചിട്ടും ഉപേക്ഷിച്ചതാണോ വസ്തുത? അല്ല, ചെറുതായിട്ടൊരു ശ്രദ്ധിക്കായ്മ ഉണ്ടായിട്ടുണ്ടോ എന്നങ്ങനെ ഒരു സംശയം ഇല്ല, അങ്ങനെയൊക്കെയാണ്, ന്യായീകരിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തനിക്ക് പിഴച്ചു കൂട്ടി. അദ്ദേഹത്തിന് അങ്ങനെ ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ 2 വിളക്ക് 2 സൈഡിൽ വയ്ക്കും. ഒന്ന് ഗണപതി വിളക്കും, ഒന്ന് ഗുരുനാഥനാണ്. ഗുരുനാഥന് ചിലപ്പോൾ വിളക്കെന്നെ വയ്ക്കില്ല, വെറുതെ ദർഭയിട്ടിട്ട് ഒരു പുഷ്പാഞ്ജലിയും വെറ്റിലി അടക്കിയും ചെറിയൊരു നാണയം എന്തെങ്കിലും വയ്ക്കും. അപ്പോൾ ആദ്യം അർഘ്യം ആചമനം, ശംഖു കൊണ്ട് തിരി വെള്ളം തെളിക്കും, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് നേദ്യവും കൂടി പതിവില്ല, വേണം കാവാം, വയ്ക്കണേ കൊണ്ട് വിരോധമില്ല. ഒന്ന് സ്മരിച്ചാൽ മതി, ഗും ഗുരുഭ്യോ നമ, ഗും ഗുരുഭ്യോ നമ, ഗും ഗുരുഭ്യോ നമ. ഗണപതിക്ക് നേദ്യം വേണം. അതെ, അതാണ് ഗുരുനാഥൻ്റെ പ്രാധാന്യം എന്ന് പറയുക. ഇപ്പോൾ വിളക്കിൽ നോക്കുമ്പോൾ 4 ഭാവങ്ങളാണ്. ഏതൊക്കെയാണ്? അച്ഛൻ്റെ ഭാവം വിളക്ക്, അമ്മയുടെ ഭാവം അതിലൊഴിക്കുന്ന സ്നേഹം എന്ന എണ്ണ, ഈശ്വരൻ്റെ ഭാവം അതിലെ ജ്വാല. അങ്ങനെയാണെങ്കിൽ ജ്വലിപ്പിക്കുന്ന തിരിയാണ് ഗുരു. എല്ലാത്തിനെയും ചേർന്ന് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ആരിലൂടെയാണ് ഈശ്വരപ്രകാശം സംഭവിക്കുന്നത്? ഗുരുനാഥനിലൂടെ അല്ലാതെ കണ്ട് മറ്റൊരു മാർഗത്തിലൂടെ ഭഗവാന്റെ കൃപ ലഭിക്കുകയില്ല. അപ്പം അദ്ദേഹത്തിനെ മാനിക്കാൻ സാധിച്ചില്ല, അപമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലം താൻ അനുഭവിക്കണത്. ഞാൻ വിചാരിച്ചാൽ രക്ഷയില്ല. കുടുങ്ങിയല്ലോ. ഇന്ദ്രൻ കാല് പിടിച്ചു, ബ്രഹ്മദേവ അങ്ങും കൂടി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ തലതല്ലി. അങ്ങനെയാണ് പാവം. ഈ കാല് വല്ലാത്തൊരു സാധനം കേട്ടോ. കാല് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാധ്യതയായി. ശരി, വിഷമിക്കേണ്ട. ഒരു കാര്യം ചെയ്താൽ, തൊഷ്ടുവിൻ്റെ ഒരു മകനുണ്ട് വിശ്വരൂപൻ, ത്രിശിരസ് എന്ന് പറയും. 3 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനെ ഒന്ന് കണ്ടോളൂ, അദ്ദേഹം എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരുന്നു. ഭക്തന്മാരെ കാണാൻ പോകുമ്പോൾ, മഹാത്മാക്കളെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ, യജ്ഞസ്ഥലത്തേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല. എന്തെങ്കിലും ഒരു സാധനം വേണം കൈ. ഏതായാലും ലേശാണ്ടിപ്പരിപ്പും കാര്യങ്ങളും, മുന്തിരി, ലേശം നല്ല മാമ്പഴം, അങ്ങനെയൊക്കെ പാടെ കൂടിയിട്ട് ലേശം നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ്. ഇതിനകത്ത് പറഞ്ഞറിയോ, ഇതൊക്കെ ഇഷ്ടമാണ്, വേണം കൊടുന്നോളൂ എന്നാണ് അർത്ഥം. ഇരിക്കട്ടെ. ഏതായാലും ഇതൊക്കെ പിടിച്ചിട്ട് നേരെ പോയി വിശ്വരൂപൻ്റെ പാദത്തിൽ വെച്ച് ഒരു സാഷ്ടാംഗം വീഴ്ച. അദ്ദേഹം ആശ്ലേഷിച്ച് പിടിച്ചെണീപ്പിച്ചു. എന്താ പുരന്തര, എന്താ വിഷമമെന്ന് ചോദിച്ചപ്പോൾ, ചെറിയൊരു പ്രയാസത്തിലാണ്, അടിയൻ്റെ രാജ്യം സ്വർഗം നഷ്ടപ്പെട്ടു, അനുയായികളൊക്കെ എവിടെ നിശല്യ, പത്നി ഞാനും കൂടി ഒന്നിച്ചാൽ പുറപ്പെടും. ഇപ്പോൾ അവളെവിടെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വലിയൊരു ആപത്ത് വരുമ്പോൾ അവനവൻ്റെ തടി കാക്കുക എന്നാണല്ലോ.
ഇങ്ങനെ ഞാനൊരു അഭയാർത്ഥിയായിട്ട് കറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ആ പഴയ പ്രഭാവം വീണ്ടെടുക്കാനായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. അവിടുന്ന് വിചാരിച്ചാലേ രക്ഷയുള്ളൂ, അവിടുന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നൊക്കെ ബ്രഹ്മദേവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശുപാർശ കത്ത് തന്നിട്ടുണ്ട്. കത്തൊന്നും വേണ്ട, കാര്യം പറഞ്ഞാൽ മതി. അതേ, അങ്ങേ സഹായിക്കാൻ ഇപ്പം എന്താ വഴിയെന്ന് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് പിടികിട്ടില്ല. എൻ്റെ അടുത്ത് ആയുധങ്ങളില്ല, യുദ്ധത്തിൽ പ്രാവീണ്യമില്ല. ഞാൻ ഈ ചെറിയ മന്ത്രജപവും സാധനയും നമ്മുടെ ചോദിച്ച് കാണാൻ വരുന്ന കുട്ടികൾക്ക് ചില ഉപാസനകൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉപായത്തിൽ കഴിഞ്ഞു കൂടുകയാണ്. അല്ല, അത് മതി, അങ്ങയ്ക്ക് കഴിയും, അങ്ങയ്ക്ക് കഴിയൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഭാവം. ഞാനൊരു മന്ത്രം പ്രത്യേകമായിട്ടിപ്പോൾ ഉപാസന ഉണ്ട് എനിക്ക്. അതിപ്പോൾ എന്തിനൊക്കെ പറ്റുമെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ തനിക്ക് ഉപദേശിച്ചു തരാം എന്നും പറഞ്ഞിട്ട്, എന്തായാലും ബ്രഹ്മദേവൻ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ദിവ്യമായിട്ടുള്ള ആ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തു. അതാണ് അതിദിവ്യമായ നാരായണ കവചം. അപ്പോൾ മന്ത്രസിദ്ധി ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ജപിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മന്ത്രസിദ്ധി ഉണ്ടാവുക. അശ്രദ്ധയോട് കൂടിയിട്ട് തോന്നിയോണം വ്യവസ്ഥയില്ലാതെയൊക്കെ ആണെങ്കിൽ അതുമാതിരി നീണ്ടു പോകും. ആത്മാർത്ഥമായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ഉള്ളു ചുട്ടിട്ട് വേണമെന്ന് വെച്ചിട്ടാണ് ജപിക്കണമെങ്കിലോ ഫലം വളരെ ജഡിതിയിൽ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഹരിർവിദധ്യാന്മവ സർവരക്ഷാം എന്ന് പറഞ്ഞിട്ട് ആ ഉപദേശിക്കപ്പെട്ട മന്ത്രത്തെ ഇദ്ദേഹം അങ്ങോട്ട് ഉപാസിച്ചു. അതിൻ്റെ ഭാഗമായിട്ടോ അദ്ദേഹത്തിന് തന്നെ എന്തെന്നില്ലാത്തൊരു കരുത്ത് കൈവശം വന്ന മാതിരി ഒരു തോന്നലുണ്ടായി. ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും യുദ്ധം, ആളുകളൊക്കെ വന്നുകൂടി. അങ്ങനെയാണ് സമയം അനുകൂലമാവുമ്പോൾ, ഒരു മഹാത്മാവിൻ്റെ കൃപയുണ്ടാവുമ്പോൾ എല്ലാം അണഞ്ഞണഞ്ഞണഞ്ഞു വരും. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, വേണ്ടതെന്തോ അത് ചേർന്ന് വന്നോളും എന്നാണ് അതിൻ്റെ ഭാഗം. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും രാജ്യലാഭമുണ്ടായി, സ്വർഗലാഭമുണ്ടായി.